എനിക്ക് സിനിമയിലേക്ക് വരണമെന്നും സിനിമ നടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അന്നത്തെ എൻ്റെ കോലം സിനിമയിലേക്ക് വരാനുള്ള ഉചിതമായൊരു കോലമാണെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മിമിക്രിയാണ് കൂടുതലായിട്ട് എനിക്ക് വഴങ്ങുന്നൊരു കല അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ മിമിക്രി കാണിക്കുമ്പോൾ അന്ന് കുട്ടികൾക്കെല്ലാം അത്ഭുതമാണ്. കുറഞ്ഞു പോയില്ലെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. എനിക്ക് നേരിട്ട് പോയി ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അവസരം കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞാനൊരു തീരുമാനിച്ചു, കാശ് കൊടുത്ത് ഇനി എന്തായാലും സിനിമ അഭിനയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അല്ലാതെ ജെന്യുവിനായിട്ട് ആരെങ്കിലും വിളിക്കുകയോ നമ്മൾക്ക് ഓഡീഷൻ വഴി നമ്മളെ സെലക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാം എന്നുള്ളൊരു തീരുമാനമുണ്ട്. നമസ്കാരം, ഞാൻ ആനന്ദ് നെച്ചൂരാൻ എന്നാണ് ഇപ്പം സിനിമകളിൽ ഞാൻ അറിയപ്പെടാൻ വേണ്ടിയിട്ടിരിക്കുന്ന പേര്. കാരണം എൻ്റെ നാട് നെച്ചൂരെന്ന് പറയും. എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് മണിയുടെ പഞ്ചായത്തിലൊരു സ്ഥലമാണ് നെച്ചൂർ. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് 1972. എൻ്റെ അച്ഛൻ്റെ പേര് KC കുഞ്ഞൻ, അമ്മയുടെ പേര് ജാനകുമാരി. രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. അച്ഛൻ മരിച്ചു. മണിയുടെ ഗവൺമെൻറ് ഹൈസ്കൂളിലും LP സ്കൂളിലുമാണ് എൻ്റെ വിദ്യാഭ്യാസം. സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്നു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂൾ കാലത്ത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സുവർണകാലം എന്നിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. കാരണം അന്ന് പഠിച്ച പാഠങ്ങളും പാട്ടും കവിതയും ഒന്നും മറക്കുന്നില്ല എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. പിന്നെ അവിടുത്തെ അധ്യാപകർ പകർന്നു തന്ന അറിവും പ്രവർത്തനങ്ങളിൽ തന്ന സപ്പോർട്ടും പിന്തുണയും എല്ലാം പിന്നീട് അത് മുതൽക്കൂട്ടായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ കലാപരമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം യൂത്ത് ഫെസ്റ്റുകളിലെല്ലാം, യുവജനോത്സവങ്ങളെല്ലാം നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു ഉത്സവങ്ങളായിരുന്നു. അന്ന് ആ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി, ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മത്സരിക്കാൻ ഉണ്ട്, അതിൻ്റെ റിഹേഴ്സൽ, അതിൽ സമ്മാനം വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം, പിന്നെ അത് ജില്ലാതലത്തിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി യുവജനോത്സവ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമായും കഥാപ്രസംഗം, മിമിക്രി, മോണോ ആക്ട്, നാടകം, ഒപ്പന. അന്ന് എനിക്ക് തോന്നുന്നു മണിയുടെ സ്കൂളിൽ ആദ്യമായിട്ട് ആൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് ഞങ്ങളൊക്കെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ ഒരു വാസുദേവൻ സാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. അദ്ദേഹം മലയാള അധ്യാപകനാണ്. അദ്ദേഹം മരിച്ചുപോയി. ദേവൻ കക്കാട് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നാടക നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മലയാളം ക്ലാസ് ഞങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ അഭിനയം എന്ന ഒരു കലയിലേക്ക് വരാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ നാടകം പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ലൊരു നാടകം മണിയുടെ സ്കൂളിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവച്ച് സംവിധാനം ചെയ്ത് കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നാടകം ഒരു വലിയ ഒരു ഭ്രമമായിരുന്നു ശരിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ തന്നെ നാടകം കളിക്കുക, അത് റിഹേഴ്സൽ ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയമാണ് നമ്മളെ ആ സിനിമയോട് ഒരു വലിയ ഭ്രമം ഉണ്ടായിട്ടുള്ള ഒരു സിനിമ. എൻ്റെ ജീവിതത്തിൽ അതാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് നടൻ ശങ്കർ ഇടുന്നത് പോലെ തോർത്ത്, നമ്മൾക്കന്ന് ശങ്കർ ഷോളാണ് ഇട്ടതെങ്കിൽ നമുക്ക് തോർത്താണ്. ഈ തോർത്ത് നമ്മൾ ശങ്കർ ഇടുന്ന പോലെ ബാക്കിലേക്ക് മറക്കിയിടുക, പിന്നെ ശങ്കർ മിഠായി കഴിക്കുന്ന പോലെ, അതൊരു പ്രത്യേക രീതിയിലാണ് സിനിമ നടൻ മിഠായി കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതും അത് വലിച്ചൂരുന്നതും ഒക്കെ അതിൻ്റെ ഒക്കെ വലിയ താല്പര്യത്തോടെ നമ്മളും ചെയ്യുമായിരുന്നു, ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. പിന്നീടുള്ള സിനിമകളിലെല്ലാം ഈ നായകന്മാരായിട്ടുള്ള നടന്മാരെല്ലാം ഞാനാണ് എന്ന് സങ്കല്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം അത് ഞാനാണ്, ആ കഥാപാത്രം ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളൊരു തോന്നലും അങ്ങനെ ആ തരത്തിലുള്ള ഒരു ഇമാജിനേഷനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. എൻ്റെ പഠനം പിന്നെ തേവര കോളേജിലാണ്, SH കോളേജ് തേവര.
എറണാകുളത്തെ തേവര കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു. ഡിഗ്രിയും അവിടെ തന്നെയായിരുന്നു 5 വർഷത്തോളം. തേവര കോളേജ് നമുക്ക് ഒരു വലിയ വേദി തന്നിട്ടുണ്ട്. കാരണം ആ കോളേജിൻ്റെ ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിലെല്ലാം, ആ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് കലാപരിപാടികൾ, അല്ലെങ്കിൽ ഇലക്ഷൻ തന്നെ ഞങ്ങൾ ആഘോഷമാക്കിയിട്ടുള്ള ഒരു അനുഭവമുണ്ട്. കാരണം അവിടെ ഈ മറ്റു കോളേജുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ ഈ തമാശയ്ക്ക് പാർട്ടി ഉണ്ടാക്കാം. SFI, KSU, ABVP കൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പാർട്ടികളുണ്ടാക്കി തമാശ രീതിയിൽ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് അവതരിപ്പിക്കുക, അതിൻ്റെ നർമ്മത്തിൽ ചാലിച്ച് ഓരോ പരിപാടികൾ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവിടെയുണ്ട്. പിന്നെ നാഷണൽ സർവീസ് സ്കീം, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അവിടെ തേവര കോളേജിൽ നാഷണൽ സർവീസ് സ്കീം എന്ന നമ്മുടെ NSSൽ ചേരുന്നത്. അവിടുത്തെ ക്യാമ്പുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നാഷണൽ സർവീസ് സ്കീമിൽ ഒരു വിദ്യാർത്ഥി ചേർന്നാൽ അവൻ്റെ കലാപരമായിട്ടുള്ള മറ്റ് കഴിവുകൾ, വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന പല കഴിവുകളും അയാൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണത് ആർക്കായാലും. അങ്ങനെ 2 or 3 ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ നടക്കുന്ന വൈകുന്നേരത്തെ കലാപരിപാടികൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലെ ഭയം, അല്ലെങ്കിൽ അവൻ്റെ പെർഫോമൻസിനൊക്കെ അവൻ്റെ ഒരു ചടുലമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ശരിക്കും ആ ക്യാമ്പിലെ വൈകുന്നേരങ്ങളിലുള്ള കലാപരിപാടികളും. അതെല്ലാം ഇംപ്രവൈസേഷനാണ്, സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ നിമിഷം ഉണ്ടാക്കി ആ നിമിഷം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നിലെ ഒരു കലാകാരനെ ശരിക്കും നല്ലൊരു നിലയുണ്ടാക്കി തന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അവിടെ തിയേറ്റർ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ തിയേറ്റർ ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമായിരുന്നു. ജോസഫ് ഫ്രാൻസിസ് എന്ന് പറയുന്ന അധ്യാപകൻ്റെ കീഴിൽ ഞാൻ അവിടെ ഒരു തിരുവാഴി എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് സിനിമയിലേക്ക് വരണമെന്നും സിനിമ നടനമാണെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അന്നത്തെ എൻ്റെ കോലം സിനിമയിലേക്ക് വരാനുള്ള ഉചിതമായൊരു കോലമാണെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. കാരണം സിനിമയുടെ രീതികളും സിനിമ അങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളിപ്പോഴുള്ള ആളുകൾക്ക് ചെന്ന് അവസരം ചോദിക്കാൻ പറ്റുന്ന ഒരു മേഖലയായി അന്ന് എനിക്ക് അത് തോന്നിയില്ല. കാരണം ഹരിഹർ നഗറൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കോളേജിൽ പഠിക്കുക. ആ സമയത്ത് സിനിമയിൽ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ സിനിമ മോഹിയായി അപ്പോഴും ജീവിച്ച ഒരു കാലമാണ് അതൊക്കെ. അപ്പോഴും സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പാത ഒരുക്കൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ മിമിക്രി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ തേവര കോളേജിൽ മിമിക്സ് പരേഡ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചൊരു 4-5 പേരുണ്ടായിരുന്നു. ഞാൻ, സാബു എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, രാജീവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് ചേർന്നുകൊണ്ട് നമുക്കറിയാവുന്ന നടന്മാരെയും നമ്മുടെ ശബ്ദാനുകരണങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പിള്ളേരുടെ കയ്യടി വാങ്ങിക്കുന്ന ഒരു വലിയ വേദി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ എന്നെ കോളേജിൽ എല്ലാവരും അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു കാലം നമുക്ക് വലിയ നേട്ടങ്ങളുടെ, അല്ലെങ്കിൽ കലാപരമായ നമ്മുടെ ഒരു വലിയ നമ്മളിൽ തന്നെ ആത്മവിശ്വാസം വളർത്തുന്ന ഒരുപാട് പരിപാടികളിലൂടെ, അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. തേവര കോളേജിലെ പഠനത്തിന് ശേഷം ഞാൻ പിന്നീട് പോയത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കളമശ്ശേരിയിലെ ക്യുസാറ്റ് ക്യാമ്പസിലേക്കാണ്. അവിടെ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ട് ഞാൻ ചേരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസ കാലഘട്ടം അതും നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാലമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ പോകുന്നു, അവിടെയെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വലിയൊരു പിൻബലം നൽകാറുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസ കാലത്തിലാണെങ്കിലും സ്കൂളിൽ അത്രയും ഉണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിലൊരു വലിയ ഒരു പെർഫോമൻസോ കാര്യങ്ങളൊന്നുമില്ല. യുവജനോത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. എൻ്റെ അമ്മ ടീച്ചറായിരുന്നുകൊണ്ട് മണിയുടെ സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് അമ്മയുടെ സ്കൂളിൽ എനിക്ക് എല്ലാ മത്സരങ്ങളിലും ചേരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം. കാരണം നമുക്ക് എല്ലാ മത്സരങ്ങളും പങ്കെടുക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് പ്രസംഗ മത്സരമാണ്. ഈ പ്രസംഗ മത്സരത്തിന് 10 മിനിറ്റ് മുമ്പാണ് നമുക്ക് ഈ ടോപ്പിക്ക് തരിക. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ച് പറയുക എന്ന് പറയുന്ന ഒരു വലിയ ബാലികേറാമലയാണ്. അത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ അവിടെ എനിക്ക് കൂട്ടുകാരുടെ വലിയ പിന്തുണ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് കോളേജിൽ വന്ന സമയം മുതൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളെല്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒട്ടും പഞ്ഞം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ നേട്ടമാണ്. അത് തേവര കോളേജിലാവട്ടെ, പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാവട്ടെ, നമ്മളുടെ എനിക്ക് മിമിക്രിയാണ് കൂടുതലായിട്ട് എനിക്ക് വഴങ്ങുന്നൊരു കല അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ മിമിക്രി കാണിക്കുമ്പോൾ അന്ന് കുട്ടികൾക്കെല്ലാം അത്ഭുതമാണ്. അപ്പോൾ ഈ ഒരാൾ തന്നെ ഒരു 3-4-5 ഒരു 10-12 പേരുടെ ശബ്ദം അനുകരിക്കുക എന്ന് പറയുന്ന അവർ അത്ഭുതത്തോടെ എന്നെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇന്നത്തെ മഹേഷ് കുഞ്ഞുമോനെ പോലെയൊന്നുമല്ല, അത്രയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. അതിൻ്റെ ഒരു 4-1 ഭാഗം ഉണ്ടാകുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അന്നത്തെ കാലത്തെ കോളേജിലെ സ്റ്റാറായിരുന്നു അന്ന് ഞാൻ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴും നമുക്ക് മിമിക്രി കൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലുള്ള ഒരു കഴിവുണ്ടായിരുന്നു അന്ന്. അത് ദൈവാധീനം. അങ്ങനെ പല വേദികളും നമ്മളുടെ പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുകയും, അപ്പോൾ നമ്മുടെ പെർഫോമൻസ് വരുമ്പം അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും നന്നായിരുന്നു എന്ന് നമ്മളോട് പറയുമ്പോഴൊക്കെ നമുക്ക് വലിയ ഒരു സന്തോഷവും ആനന്ദവും, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേദിയിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പം പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ കയ്യടി, അതിങ്ങനെ ചിലപ്പം തിരസ്കാരമാണെങ്കിൽ കൂവലായിക്കോട്ടെ, അതും നമുക്ക് ഒരു തരം എനർജി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത അനുഭവമാണ് ശരിക്കും. ഒരു പെർഫോമൻസിൽ നിന്ന് നമുക്കൊരു അഭിനന്ദനം അല്ലെങ്കിൽ ഒരു അപ്ലോസ് നമ്മുടെ ഓഡിയൻസ് മുഴുവൻ കരഘോഷത്തോടെ നമ്മളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. അതെനിക്ക് ആവോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു നടനാകാൻ കഴിയുമെങ്കിൽ നടനാകണം എന്നുള്ളൊരു വലിയ ആശ ഇങ്ങനെ മനസ്സിൻ്റെ ഒരു കോണിലിങ്ങനെ ഒതുങ്ങിക്കിടക്കാണ്. അതൊരിക്കലും മാറിയിട്ടില്ല അപ്പോഴൊന്നും. ഇതിനിടയ്ക്ക് എനിക്ക് തിരുവനന്തപുരത്ത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രശസ്തമായ ചരിത്രപ്രസിദ്ധമായ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് കെമിസ്റ്റായിട്ട് ജോലി കിട്ടി 1993. ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ മരിച്ചു. 92-ലാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്ക് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് പഠിത്തം തുടരാൻ പറ്റിയില്ല. തിരുവനന്തപുരത്ത് ടൈറ്റാനിയത്തിൽ ജോയിൻ ചെയ്യുന്നു. ടൈറ്റാനിയവും ഭാഗ്യവശാൽ കലാകാരന്മാരെ വളർത്തുന്ന ഒരു ആണ് ഇപ്പോഴും. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്ത സമയത്ത് ടൈറ്റാനിയം റിക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ റിക്രിയേഷൻ ക്ലബ്ബുണ്ട്. ആ റിക്രിയേഷൻ ക്ലബ്ബ് അന്നത്തെ കാലത്ത് ഈ കേരളത്തിലെ പ്രശസ്തരായ സാംസ്കാരിക സംഘങ്ങളെ ടൈറ്റാനിയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ തിരുവനന്തപുരത്തെ പല വേദികളിലും പല കലാപരിപാടികൾ, നാടകം, മാജിക് ഷോ, ഡാൻസ്, അങ്ങനെ എന്നുവേണ്ട കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തരായ പല ആളുകളും ഗാനമേളകളായിട്ടും നാടകമായിട്ടും മറ്റ് പല നൃത്യങ്ങളായിട്ടുമൊക്കെ ടൈറ്റാനിയത്തിൻ്റെ വേദികളിൽ വന്ന് പ്രദർശിപ്പിച്ചും അവതരിപ്പിച്ചും പോയിട്ടുണ്ട്. അത്തരമൊരു പ്രതാപകാലത്താണ് ഞാൻ ടൈറ്റാനിയത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ടൈറ്റാനിയത്തിൽ വന്നതും തീർച്ചയായിട്ടും എൻ്റെ കലാപ്രവർത്തനത്തെ അത് വളരെ ഗുണകരമായി ഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലുള്ളത്. അപ്പോൾ ടൈറ്റാനിയത്തെ സംബന്ധിച്ച് പറയുമ്പം ടൈറ്റാനിയത്തിൽ നിന്നുള്ള പല പ്രതിഭകളും മലയാള സിനിമയിലും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മുടെ ലെജൻഡറി ഡയറക്ടറായിട്ടുള്ള ശ്രീ ബാലു കിരിയത്ത് സാറ്, PC സോമൻ സാറ്, അങ്ങനെ അദ്ദേഹം ഒരു നടനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലടി ജയൻ എന്ന് പറയുന്ന സീരിയലിലെ നടനും പിന്നെ ഒരു പ്രൊഡ്യൂസറായിട്ടുള്ള അദ്ദേഹം, അങ്ങനെ ഒത്തിരി ആളുകൾ ടൈറ്റാനിയത്തിൽ നിന്നും മലയാള സിനിമയ്ക്കും കലാവേദിക്കും ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അതിൻ്റെ പിന്മുറക്കാരൻ എന്ന നിലയിൽ ഇപ്പോഴും എനിക്കും വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷവും അഭിമാനമാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിച്ചത് ശരിക്കും നമ്മുടെ ആ ഒരു അടങ്ങാനാവാത്ത മനസ്സിൻ്റെ അഭിനിവേശം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ടൈറ്റാനിയത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് 2010-ലാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ ആദ്യമായിട്ടൊരു സീരിയലിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നതെന്ന് എൻ്റെ ഒരു നേരിയ ഓർമ്മയുണ്ട്. അപ്പോൾ ആ സീരിയലിൽ അത് ശംഖുമുഖത്താണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ശംഖുമുഖത്ത് ഞാൻ ചെല്ലുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇതുപോലെയുള്ള അംഗീകാരമോ ഇതുപോലുള്ളൊരു ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, നമ്മൾക്ക് ഇത് പറയുന്നു, നമുക്ക് കോസ്റ്റ്യൂമൊക്കെ നമ്മൾ കൊണ്ടുപോകണം. കോസ്റ്റ്യൂം കൊണ്ടുവന്ന് അന്നത്തെ നമ്മുടെ അവസരം വരുന്ന സമയത്ത്
നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മളവിടെ ചെന്ന് ആ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു. 1-2 ഡയലോഗ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് നമ്മൾ പോരുന്നു. ആരോഹണം എന്നാണ് സീരിയലിൻ്റെ പേര്, കൈരളി ടി വിയിൽ. അപ്പോൾ ആ സീരിയലിന് അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ആക്ടിങ്ങിലെ ഏറ്റവും ആദ്യത്തെ വേഷം എന്ന് ഞാൻ ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അതിനകത്ത് ശബ്ദം കൊടുത്തിരിക്കുന്നത്. എൻ്റെ ടെലികാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ കണ്ടു, സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരു ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ നമ്മുടെ ഒരു രൂപം തെളിയുകയും നമ്മളത് കഥാപാത്രമായിട്ട് അതിനകത്ത് നിൽക്കുകയും ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിൻ്റെ പ്രാധാന്യം എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, അപ്പോൾ അതെനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. അങ്ങനെ അത് ഗുണകരമാണ്, അത് നല്ല രീതിയിലാണ് വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നീടത് അപ്പോഴും ഇങ്ങനെ ഈ നമുക്ക് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും ഏജൻറ്റുകൾ വിളിക്കുമ്പോഴാണ് നമ്മൾ പോവുക ഇങ്ങനെ. അപ്പോഴും നമ്മൾ ടൈറ്റാനിയത്തിൽ ജോലിയുള്ള ആളാണ്, ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലമോ അങ്ങനെ പ്രതിഫലമൊന്നും ഇല്ല വലുതായിട്ട്. അതിനെ ഉദ്ദേശിച്ചല്ല, നമുക്കിപ്പോഴും ആ ഒരു സ്ക്രീനിൽ വരിക, സ്ക്രീനിൽ നമ്മുടെ ഒരു വേഷം വരുമ്പോൾ നമ്മൾ ഡയലോഗ് പറയുന്നത്, നമ്മൾ അതിനകത്ത് അഭിനയിക്കുന്നത് നമ്മൾ തിരിച്ച് കാണുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പം എനിക്ക് പിന്നീട് ഞാൻ അന്വേഷിച്ചിട്ടും വലിയ നമുക്ക് അതിനകത്ത് ഒരു ഗുണകരമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനത് പിന്നെ അഭിനയിക്കാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു. കാരണം അത് നമുക്ക് പോയിട്ടും വലിയ കാര്യങ്ങളില്ല, സിനിമയിലേക്ക് എത്താൻ പോലും പറ്റില്ല. സിനിമ നമുക്ക് ഇന്നത്തെ പോലെ ഓഡീഷൻസ് വലിയ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്നുള്ള പത്രപരസ്യം കണ്ട് നമ്മൾ അപേക്ഷിച്ച് അത് തട്ടിപ്പിലായിരിക്കും ചെന്ന് അവസാനിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും അന്ന് മുതിർന്നില്ല. സിനിമ നമുക്ക് കയ്യെത്താത്ത ഒരു അകലത്തിലായി എന്നുള്ള ഒരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ 1993 ഞാൻ ടൈറ്റാനിയത്തിൽ ജോയിൻ ചെയ്യുന്നത്. 2 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബിടെക് പിന്നെ പഠിക്കാനായിട്ട് പിന്നെ ഞാൻ ടൈറ്റാനിയത്തിൽ നിന്ന് ലീവ് എടുത്ത് പോവുക. 1995 ഞാൻ വീണ്ടും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ 96 എനിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ മിമിക്രിയിൽ 1ാം സ്ഥാനം കിട്ടിയത് ഒരു വലിയ സന്തോഷം കിട്ടിയൊരു കാര്യമാണ്. അന്നത്തെ കാലത്ത് എന്നെ 1ാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അന്നവിടെ ആ സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഈ സിനിമ ലൊക്കേഷനിൽ പോയി ചാൻസ് ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അന്നൊന്നും അറിയില്ല ഈ എങ്ങനെയാണ് ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നത്, എപ്പോഴാണ് ഡിസൈഡ് ചെയ്തതെന്ന് ചെയ്യുന്നൊന്നും അറിയില്ല. അവന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു സിനിമ എടുക്കണമെന്ന് ശ്രീനിവാസൻ ഉണ്ട്, സലീം കുമാറുണ്ട്. അങ്ങനെ അന്നത്തെ കാലത്തെ നല്ല മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മുൻനിര നടന്മാരുടെ പിന്നെ ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ജഗതി ശ്രീകുമാർ, ജഗതി ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം അവർ സിനിമ അഭിനയിക്കുന്നതും ഒക്കെ ഞാൻ വലിയ ആകാംക്ഷയോടെ സൈഡിൽ നോക്കി നിന്ന് കാണുകയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ ഷൂട്ടിംഗ്. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എനിക്കും ഒരു അവസരം കിട്ടാൻ എന്താണൊരു വഴി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സലീം കുമാർ അവിടെ, അന്ന് സലീം കുമാർ വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നമുക്ക് എന്താണ്, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അപ്പോൾ എനിക്കും സിനിമയിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഒരു നല്ല ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഈ ലൊക്കേഷനിൽ വന്ന് ഒന്നും നമ്മൾ അവസരം ചോദിച്ചിട്ടോ അവരെ കണ്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ആ സമയത്ത് അവർക്ക് നമ്മൾ സംസാരിക്കാൻ പോലും സമയം സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ അവർ മെനക്കെടാറില്ല. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയം, അതായത് ഈ സിനിമ മനസ്സിൽ വരുന്നു, സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നു, സിനിമയുടെ കാസ്റ്റിങ് അതുപോലുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് പല കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ പേര് അവിടെ പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്തിലേക്കോ നിങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസരം ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. സത്യത്തിൽ അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു അവസരം കിട്ടാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. പക്ഷേ കാര്യം മനസ്സിലായെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. പിന്നെ അടുത്ത 2-3
ആഴ്ചകളിലൊക്കെ ഞാൻ എറണാകുളത്ത് പോയി പല ഹോട്ടലുകളിൽ എവിടെയാണ് സിനിമാക്കാർ തങ്ങുന്നത്, അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടുമോ എന്നൊക്കെ കുറേ ഹോട്ടലുകളിൽ അന്നത്തെ പ്രശസ്തരായ സിനിമാക്കാർ തമ്മുന്ന ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടന്ന് അകത്ത് ഒക്കെ റിസപ്ഷന് വരെയൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് അവരിലേക്ക് എത്താനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അതൊരു അനുഭവമാണ് ശരിക്കും. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിവ് വലിയ ഒരു അറിവ് തന്നെയായിരുന്നു. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഷൂട്ടിങ്ങുകൾ കാണാൻ പോകുന്ന, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി നിൽക്കുന്നത് എൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് പോവുകയാണ്, അപ്പോൾ അവിടെ സൈഡിലൊരു സീരിയലായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി നോക്കും. കാരണം ഇതെന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അങ്ങനെ ഒരു ഉള്ളിലൊരു ആഗ്രഹമുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് അവസരം ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 സിനിമകൾ ഞാൻ അങ്ങനെ വീണ്ടും ചോദിച്ചായിട്ടൊരു ഓർമ്മയുണ്ട്. കാരണം എൻ്റെ വീട് പിറവത്തിനടുത്ത് മണിയിടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പവിത്രം സിനിമ ഷൂട്ട് ചെയ്തത് പിറവത്ത് പാഴൂർ എന്ന് പറഞ്ഞ മനയിലും പാഴൂർ അമ്പലത്തിൻ്റെ ഒക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ പോയി നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോഴും നേരെ സംവിധായകനോട് ചോദിക്കാനോ അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോഴും അവിടെ നമുക്ക് ഇതിനകത്ത് വേണ്ടപ്പെട്ട ആൾക്കാർ ആരാണ്, നമുക്കൊന്ന് ചോദിച്ചാൽ നമുക്കൊരവസരം കിട്ടുമായിരിക്കുമോ എന്ന് ഒരാഗ്രഹവും, അങ്ങനെ അതിൻ്റെ അടുത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഇങ്ങനെ അവസരം ചോദിച്ചതായിട്ടൊരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് പടുതോൾ മന, ഈ പവിത്രം ഷൂട്ട് ചെയ്ത ആ മന തന്നെയാണ്. അപ്പോൾ അവിടെ അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അഗ്നിസാക്ഷി ഷൂട്ട് ചെയ്തത് ശ്യാമപ്രസാദ് സാറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനയുടെ അടുത്ത് പോകുന്നു, നമ്മൾ ഷൂട്ടിംഗ് കാണുന്നു. എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് നിന്നിട്ട്, സാറേ ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, എനിക്ക് ഒരവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തോട് വലിയ ഒരു ആദരവുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കാം, അവസരം കിട്ടുന്ന സമയത്ത് നോക്കാം. അങ്ങനെ 1-2 വട്ടം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ടൈറ്റാനിയത്തിൽ ഈ 96-ന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. 96 ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, തിരുവനന്തപുരത്തല്ലേ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വരൂ, അവിടെ ഞാനൊരു സ്ഥാപനം നടത്തുന്നു, ഷൂട്ട് ആൻഡ് എഡിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അങ്ങോട്ട് വരും, നമുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു സംവിധായകൻ നമ്മളോട് ഇങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് പോസിറ്റീവായിട്ടാണെന്നാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഞാൻ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വരുന്നു. അവിടെ വന്നപ്പം ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആനന്ദ്, എനിക്ക് നിങ്ങളുടെ പിന്നെ ഈ അഭിനിവേശവും ഈ താല്പര്യവും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സിനിമയ്ക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റിയ അവസരങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമയിലേക്ക് സിനിമയിലേക്കെന്നല്ല ഏത് സിനിമയിലേക്ക് നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റൂ. അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക, അല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എനിക്കതൊരു വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷേ കാരണം അദ്ദേഹം എന്നോട് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം പോലും അദ്ദേഹത്തിനില്ല. പക്ഷേ എന്നാലും അദ്ദേഹം എന്നോട് അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു തിരിച്ചറിവാണ് ശരിക്കും ഉണ്ടായത്. നമ്മളിപ്പം അങ്ങനെ ഇവരോടൊക്കെ പോയി സംസാരിക്കുകയും അങ്ങനെ ഈ അനവസരത്തിൽ പോയി സംസാരിക്കുന്നത് അവർക്കൊരു അനവസരം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് ഞാൻ വീണ്ടും ടൈറ്റാനിയത്തിൽ ജോയിൻ ചെയ്യണം. ടൈറ്റാനിയത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് 2018 വരെ എനിക്ക് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് പോകണമെന്നോ അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷേ അങ്ങനെയൊരു ശ്രമം ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2017 ഞാൻ വീണ്ടും തിരുവനന്തപുരം ലോ കോളേജിൽ LLBക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ എനിക്ക് അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് എന്നുള്ള പദവിയിൽ നിന്നും പ്ലാന്റിലേക്ക് പ്രോസസ് എഞ്ചിനീയറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയിരുന്നു, ഈ BTech ഡിഗ്രി കണക്കിലെടുത്തുകൊണ്ട്. അപ്പോൾ ഈ 2017 LLBക്ക് ജോയിൻ ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് ഈ അഭിനയിക്കണമെന്നൊരു മോഹം അതിശക്തമായി എനിക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് പോയി ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അവസരം കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു.
അപ്പോൾ ഞാനൊരു ആലോചിച്ചു, നമുക്ക് നല്ല ശബ്ദമാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ നേരത്തെ, അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത ശബ്ദം ഉണ്ടെന്നുള്ള വിശ്വാസത്തിന് പുറത്ത് ഡബ്ബിംഗ് മേഖലകളിലേക്ക് തിരിയാം എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഡബ്ബ് ചെയ്യുന്നത് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ നെറ്റിൽ അന്വേഷിച്ചു എങ്ങനെയാണ് ഡബ്ബിങ് പഠിക്കുക, ഡബ്ബിങ് പഠിക്കാൻ എവിടെയെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് 1-2 സ്ഥലത്തെ ഡബ്ബിങ് സ്റ്റുഡിയോകളുടെ നമ്പർ കിട്ടി. ഞാനവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു ഈ സ്റ്റുഡിയോയിൽ വരിക, നിങ്ങൾ ശബ്ദം തരിക, അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ വിളിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയി ബബ്ബ അടിക്കുന്നതൊക്കെ നല്ലത്, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പഠിക്കാം എന്ന്, അതാണല്ലോ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പ്രശസ്തനായ സീരിയൽ ഡയറക്ടർ ശ്രീമാൻ ശിവമോഹൻ തമ്പി, അദ്ദേഹം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ പഠിക്കാൻ വിദ്യാർത്ഥികൾ പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരൂ നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്നു. ശ്രീഭാരതി വിഷൻ എന്ന് പറഞ്ഞ പൂജപ്പുരയിലാണ് അത് ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഡബ്ബിങ് തുടങ്ങി. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ മോഡുലേഷൻസ് എന്താണ്, എങ്ങനെയാണ് പല സെൻറ്റൻസുകളും സ്ട്രെസ്സ് കൊടുത്ത് പറയുന്നത്, യോഗ, വോയിസ് എക്സസൈസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കങ്ങനെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം തന്നെ സീരിയൽ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള സീരിയലുകളിലെ സീനുകളിൽ നമ്മൾ ഡബ്ബ് ചെയ്ത് ശീലിക്കുകയാണ്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും പറഞ്ഞ് നമ്മുടെ ശബ്ദത്തിലായിരിക്കും പിന്നെ ഈ ഡബ്ബ് ചെയ്തതിന് ശേഷം വരും. അത് നമുക്കൊരു വലിയ ഒരു കൗതുകം തോന്നിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് വേറൊരാൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം നമ്മൾക്ക് യുക്തമെന്ന് തോന്നുന്ന ആ സീനിന് അനുയോജ്യമായ അയാളുടെ ഇമോഷൻസിനും അയാളുടെ ഭാവത്തിനും അനുസരിച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആ ഒരു ശബ്ദമില്ലാത്തൊരു ഒരു വീഡിയോ, ശബ്ദമുള്ള വീഡിയോ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ, കൃത്യമായ അനുപാതത്തിൽ, കൃത്യമായ അളവിൽ ആ ശബ്ദത്തിൻ്റെ വിന്യാസത്തിൽ അത് നമുക്ക് കൊടുക്കുമ്പോൾ ആ സീനിന് വരുന്ന മിഴിവ് വലിയ കാര്യമാണെന്നുള്ള കാര്യം അന്ന് മനസ്സിലായി. അപ്പോൾ അത് അന്നൊരു 3 മാസത്തെ കോഴ്സായിരുന്നു എൻ്റെ ഓർമ്മ. അത് പഠിച്ചു. പഠിച്ചതിന് ശേഷം നമുക്ക് സീരിയലുകളിലൊക്കെ ചെറിയ വേഷങ്ങൾ ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ ടച്ചിന് നമ്മുടെ എല്ലാ സ്റ്റുഡിയോകളിലും, തിരുവനന്തപുരത്തെ എല്ലാ സ്റ്റുഡിയോകളിലും അങ്ങോട്ട് പോയി. ഞാനിങ്ങനെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ശിവമോഹൻ തമ്പി സാറിൻ്റെ സ്റ്റുഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡബ്ബിംഗ് പഠിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-15 സ്റ്റുഡിയോകളോളം ഞാൻ അന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിരന്തരം അവരെ പോകുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു താല്പര്യം മനസ്സിലാക്കുകയും നമുക്ക് ചെറിയ അവസരങ്ങൾ തരികയും ആ ചെറിയ അവസരങ്ങൾ വലിയ അവസരങ്ങളിലേക്ക് വഴിമാറുകയും അങ്ങനെ നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ എനിക്ക് ആദ്യം പറ്റി. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പോയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് അങ്ങ് നിൽക്കാനല്ല, ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന പിൻബലത്തിൽ എനിക്ക് സീരിയലിൽ അഭിനയിക്കാൻ കയറണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ നമ്പർ ഈ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ പിടിക്കാൻ പറയും. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കും, ഇങ്ങനെ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് സീരിയലിൽ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ തരണം, അഭിനയിക്കാൻ വലിയ താല്പര്യമാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഇന്ന സീരിയലുകളിൽ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് അപ്പോൾ ഞാനങ്ങനെ ലൊക്കേഷനിൽ പോയി ഇവരെ കണ്ടു. ലൊക്കേഷനിൽ പോയി കണ്ട് അതിൻ്റെ ഡയറക്ടർമാരെയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിചയപ്പെട്ടതിന് ശേഷം അങ്ങനെ എനിക്ക് ഒരു സീരിയലിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. അതിൻ്റെ പേര് സുമംഗലി ഭവ. സുമംഗലി ഭവ എന്ന് പറയുന്ന സീരിയൽ പലിശക്കാരനായിട്ട് വരുന്നൊരു സീനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സീൻ എടുക്കുമ്പോൾ തന്നെ ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ ആ സീനിലേക്ക് വരുന്നു. ആ സീനിലേക്ക് വന്നിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അന്ന് അതിൻ്റെ വീട്ടിലെ ഉടമസ്ഥൻ. അപ്പോൾ ഞാൻ അവരോടൊക്കെ മോശമായിട്ട് സംസാരിച്ച് തിരിച്ചു പോയിരുന്നതാണ് സീൻ. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്ക്രീൻ ആക്ടിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തെ എൻ്റെ ഒരു സീൻ എന്ന് പറയുന്നതാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നിന്റെ പെങ്ങളെ കെട്ടിക്കാലടാ. അന്തസ്സുള്ളവനാണെങ്കിൽ അതിന്റെ പലിശയെങ്കിലും തടാം, എന്നിട്ട് വർത്താനം പറ. അല്ലെങ്കിൽ പരുന്തൊരു വരവ് വരും. അപ്പൊ വരിരേ പറഞ്ഞതുപോലെ ഒരാഴ്ച, അല്ലെങ്കിൽ ഞാനൊരു വരവ് വരും. പിന്നെ കുബേര എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ട അതൊരു 1.5 വരവായിരിക്കും. കേട്ടല്ലോ. പക്ഷേ ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട്. കാരണം ഒന്നും അറിയില്ല നമുക്ക്, ഈ അഭിനയിക്കാനുള്ള ആകാംക്ഷ മാത്രമേ ഉള്ളൂ. അപ്പം ഡയറക്ടർ വന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ആളാണ്, അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും അറിയില്ല. ബുള്ളറ്റ് തന്നെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ബുള്ളറ്റിൽ ഇങ്ങനെ വന്നിട്ട് ഡയറക്ടർ പറഞ്ഞു ഇന്ന ഒരു പൊസിഷനിൽ വന്ന് നിർത്തണം.
ആ പൊസിഷനിൽ നിർത്തണം. എന്നിട്ട് നിങ്ങൾ ചാവി ഊരണം. അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കണം. അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ പൊസിഷനിൽ നിൽക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടെ ആ പൊസിഷനിൽ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ്. ഇത്രയും കേട്ടപ്പോഴത്തേക്കും ഈ അഭിനയിക്കുന്നത് ഇത്രയും പ്രോസസ്സുകളുടെ ഒരു സങ്കലനമാണെന്നുള്ള കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. സ്ക്രീൻ ആക്ടിങ്ങിൻ്റെ എൻ്റെ ഏറ്റവും ആദ്യത്തെ പാഠം അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വന്നു ബുള്ളറ്റ് കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഉള്ളിലെ ചങ്കിടിപ്പ് കാരണം എനിക്ക് കിടുകിടാന്ന് വിറയ്ക്കുക. കാരണം ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോംപ്റ്റ് ചെയ്യുന്നത് കേൾക്കണം. ആ ഡയലോഗ് അയാൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ക്യാരക്ടറായിട്ട് നിങ്ങൾ സംസാരിക്കണം. അതൊരു 3 or 4 ടേക്ക് പോയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഒരുവിധം ഒപ്പിക്കാൻ പറ്റി. പക്ഷേ അന്ന് സത്യം പറഞ്ഞാൽ അനുഭവിച്ച ഒരു ടെൻഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഞാൻ പേടിച്ച് വിറച്ച ഒരു സീൻ. എനിക്ക് ആദ്യത്തെ സീനാണ്, പക്ഷെ അങ്ങനെ വിറച്ചുകൊണ്ടാണ് അത് ചെയ്തു. പക്ഷെ ചെയ്തത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു നന്നായി എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയിലെ ഈ അഭിനയം എന്ന് പറയുന്നത് ഇത്ര കാര്യങ്ങളൊരു നടൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിവ് തന്ന ഒരു സീനാണത്. കാരണം അത്രയ്ക്ക് ഇപ്പോൾ നമ്മളൊരു കാർ ഓടിക്കുന്ന പോലെ ക്ലച്ച് എവിടെ, ഗിയർ എവിടെ, പിന്നെ ആക്സിലേറ്റർ എവിടെ, അപ്പം സിഗ്നൽ കാണിക്കണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത് ആദ്യം ഓടിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്തോ വലിയ മലമറിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞതുപോലെ ഇതൊരു വലിയ ബാലികേറ മല പോലെ എനിക്ക് അന്ന് ഫീൽ ചെയ്തു. പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളത് പിന്നീടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു കംഫർട്ട് കിട്ടിയത് ഈ ഒരു അനുഭവം മനസ്സിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എന്ത് അനുഭവങ്ങളായിക്കോട്ടെ, അതായത് സീരിയലായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്കതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആ രീതിയിൽ നമ്മളതിനെ നോക്കിക്കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഒരു നടന് ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു വലിയ അവസരമുണ്ട് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അപ്പോൾ അങ്ങനെ സീരിയൽ കഴിഞ്ഞു 1, 2, 3 സീരിയലുകൾക്ക് എനിക്ക് ചെറിയ വേഷങ്ങളാണ് കേട്ടോ, വലിയ വേഷങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെല്ലാത്തിനും എന്നാലും എനിക്കത് സ്ക്രീനിൽ വരുമ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ തന്നെയാണ് എൻ്റെ വോയിസ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഡബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അത് വളരെ നാച്ചുറലായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും നമ്മൾ ഒരു അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പം നമുക്ക് ഒരു വലിയ സന്തോഷമാണ്. എടുത്തില്ലേ ചായ? എടുക്കാം. ഇത് മെഷീനല്ല, മനുഷ്യനാണ് എടുക്കുന്നത്. ഒരു കേക്ക് ഞാൻ തന്നെ. കേക്കോ? ആ, കേക്കൊക്കെ തരാം. പക്ഷെ ആ തരാനുള്ള 2800 രൂപ തന്നില്ലല്ലോ. ഒരു കേസ് വരട്ടെണ്ണ തരാണ, മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് തരാം. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. കേസിന്റെ കാര്യത്തിന് വക്കീലിനെ തിരക്കി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അണ്ണൻ നേരെ നമ്മുടെ ഓഫീസിലോട്ട് പറഞ്ഞു വിട്ടാൽ മതി, കമ്മീഷൻ തരാം. 3-4 പേര് പറഞ്ഞു വിട്ടെന്റെ ഗുണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്. ശിവമോഹൻ തമ്പി സാറിനെ പരിചയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അമൃത TV-യിൽ അദ്ദേഹം ഒരു 1 man ഷോ, മിമിക്രിയിൽ ഒരു 1 man ഷോ അവതരിപ്പിക്കാൻ ഒരു അവസരം തന്നു. അത് ടെലിവിഷനിൽ പിന്നെ സംപ്രേഷണം ചെയ്താണ് എൻ്റെ ആദ്യത്തെ TV ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അത് അമൃത TV-യിലായിരുന്നു എൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. അമൃത TV-യിലെ ഷൂട്ടിങ്ങിൻ്റെ ആ ക്രൂ തന്നെയായിരുന്നു മഴവിൽ മനോരമയിലും ഈ തകർപ്പൻ കോമഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ തകർപ്പൻ കോമഡിയിൽ ഒരു 1 man ഷോ അവതരിപ്പിക്കാൻ പിന്നീട് എനിക്ക് അവിടെ നിന്ന് ക്ഷണം കിട്ടി. അങ്ങനെ 2018 ഞാൻ മഴവിൽ മനോരമയിൽ പോവുകയും അവിടെ തകർപ്പൻ കോമഡി എന്ന പ്രോഗ്രാമിൽ ഒരു 1 man ഷോ മിമിക്രി അവതരിപ്പിക്കുകയും ചെയ്തു. അത് ടെലികാസ്റ്റ് ചെയ്ത് വൻ ഹിറ്റായി. ഇപ്പോഴും അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വൈറലാണ്. അത് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാണ്. കാരണം ഞാൻ അത്ര വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാതെ ആ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് ഈ തമ്പി സാറിനെ പരിചയപ്പെട്ടതുകൊണ്ടും അന്ന് അവിടെ അതിൻ്റെ പ്രോഗ്രാം ഗ്രൂമറായിട്ടുള്ള ഫിറോസ് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ സന്തോഷം നൽകുകയാണ്. നമുക്കൊരു വലിയ അക്സെപ്റ്റൻസ്, അതായത് ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ഒരു പെർഫോമർ ആണെന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. താൻ എനിക്കിട്ടൊന്ന് പണിഞ്ഞു. മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായി കിടക്കുന്ന തെറി മുഴുവൻ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
താൻ ആ കൊച്ചിനെ എവിടെ കൊണ്ട് താത്തി? ഇതേ ആനയുടെ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ മേലഞ്ഞിട്ടല്ല. സുപ്പീരിയേഴ്സിൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടെങ്കിലും ഒരിക്കലുള്ള എൻ്റെ കൈക്ക് വന്ന് വീഴും. ചവിട്ട് ഞാൻ അതിൻ്റെ നാവി കലക്കുകയും ചെയ്യും. താങ്ക് യു. പിന്നീട് എനിക്ക് ഈ സീരിയൽ രംഗത്തിലെ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ രാജേഷ് തലച്ചിറ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ശിവമോഹൻ തമ്പി സാറിനെ പോലെ തന്നെ നമുക്ക് ഓർക്കാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറയുന്ന ഒരു സീരിയലിലേക്ക് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ശിവമോഹൻ തമ്പി സാറാണ്. നിങ്ങൾ രാജേഷ് തലച്ചിറയെ പോയി കാണണം, അദ്ദേഹത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി. എനിക്ക് അളിയൻ വേഴ്സസ് അളിയനിൽ ചില കഥാപാത്രങ്ങൾ തന്നു. അതൊരു നല്ല എക്സ്പീരിയൻസാണ്. കാരണം സ്പോട്ട് ഇമ്പ്രവൈസേഷനാണ്. കാരണം നമുക്ക് സ്പോട്ട് ഡബ്ബിങ്ങാണ്. ഈ സ്പോട്ട് ഡബ്ബിങ്ങിൽ എനിക്ക് ഈ ആദ്യത്തെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ രാജേഷ് തലച്ചിറ സാറിൻ്റെ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറയുന്ന സീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫാമിലി ഈ അപ്പുറമൊക്കെ സ്പോട്ട് ഡബ്ബിംഗ് ആയിരുന്നു സിനിമ. അപ്പോൾ അതിനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മോഡുലേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ പിടിക്കാൻ പറ്റി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നീട് ഇപ്പോൾ കൗമുദി ടി വിയിൽ അളിയൻസ് എന്ന് പറഞ്ഞ സീരിയൽ വന്നപ്പോഴും ഈ രാജേഷ് തലച്ചിറ സാർ എനിക്ക് ഒത്തിരി അവസരങ്ങൾ തന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന പല സീരിയലുകളിലും എനിക്ക് നല്ല ചെറിയ കഥാപാത്രങ്ങൾ എനിക്കത് തരാൻ അദ്ദേഹം മനസ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ രാജേഷ് തലച്ചിറ ഞാൻ എന്ന നടൻ രൂപപ്പെടുന്നതിൽ നല്ല എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിനും എൻ്റെ ഒരു വലിയ നമസ്കാരം. അപ്പോൾ ഞങ്ങൾക്ക് വോട്ടില്ല. ഇല്ല, ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളെ ജോസുട്ടിക്ക് ഒരു വോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിലേ ഞങ്ങളാണ് അവിടെ അധികാരത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു പശു ലോൺ പോലും ഞാൻ പാസ്സാക്കി തരും. ഏടാ ചങ്ങായി, ഇജ്ജെങ്ങാനും അങ്ങനെ ചെയ്താ അത് മേടിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ ഞാൻ പോയിച്ചു നോക്കി. അങ്ങനെ സീരിയലിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് നാടകത്തിനോട് നേരത്തെയും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിയേറ്ററിൽ പെർഫോമൻസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നാടകം നമുക്ക് ഒരു നടന് വേണ്ട പക്വത നൽകുന്ന ഒരു വലിയ മീഡിയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നാടകത്തിൽ ചേരണം എന്ന് ഒരു താല്പര്യം വരികയും ഞാൻ ഇങ്ങനെ അമേച്ചർ തിയേറ്റർ ഗ്രൂപ്പുകളെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് പ്രശാന്ത് നാരായണൻ എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ഛായാമുഖി തുടങ്ങിയ മകരധ്വജനൊക്കെ തുടങ്ങിയ നാടകങ്ങൾ സംവിധാനം ചെയ്ത് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ വർക്ക്ഷോപ്പുകളൊക്കെ കുറച്ചധികം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്ട് ലാബ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ എറണാകുളത്ത് നമ്മൾ തന്നെ സജീവ് നമ്പിയത്തിൻ്റെ കീഴിൽ ഒരു 5 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ വർക്ക്ഷോപ്പ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നതൊക്കെ നമുക്ക് ഗുണകരമായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം എലിഫൻറ്റ് തിയേറ്റർ സൊസൈറ്റി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കണ്ണനുണ്ണി പ്രശസ്തനായ നാടകപ്രവർത്തകനാണ്. പ്രശസ്തനായ നാടകപ്രവർത്തകൻ അജയൻ അഭിനയയുടെ മകനാണ്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലും വർക്ക്ഷോപ്പുകളും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ക്രൈ ഗെയിംസ് എന്ന് പറയുന്നൊരു നാടകം 9 ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ പ്ലേ ചെയ്ത് ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ഞാൻ ഓർമ്മയിലും എൻ്റെ മനസ്സിലും സൂക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. കാരണം ഒരു നാടകം തന്നെ 9 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുകയെന്ന് പറഞ്ഞ ഒരു നടനെ കിട്ടുന്ന ഒരു അനുഭവം, ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവന് ആ ഒരു അഭിനയത്തിൽ കിട്ടുന്ന ഒരു നടന് വേണ്ട പക്വത ആർജിക്കാനായിട്ട് ആ നാടകം ഒരുപാട് എനിക്ക് ഗുണം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രശാന്ത് നാരായണൻ സാറിൻ്റെ കീഴിൽ ഞാൻ ചെയ്ത സുഖാനി എന്ന് പറയുന്ന നാടകം എം രാജീവ് കുമാർ എഴുതി പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പോടുകൂടി പ്രശസ്തമായ നമ്മുടെ തിരുവരങ്ങ് ഗ്രൂപ്പിൻ്റെ ആ നാടകം കൊല്ലം പ്രകാശ് കലാകേന്ദ്രത്തിലും പിന്നെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് സംഘചേതനയിലും അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 നാടകങ്ങളും ആണ് എൻ്റെ ശരിക്കും നല്ല ഒരു തിയേറ്റർ അനുഭവം എനിക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ അതിൽ കൂടുതൽ നാടകങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം ഏത് മീഡിയം ആയിക്കോട്ടെ, നമ്മുടെ ഒരു നടന് എന്തൊക്കെയാണ് അവനിൽ അത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് നിന്ന് പഠിക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി അതിനെ സമീപിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും
ആ കലയിൽ നമുക്ക് പ്രാവീണ്യം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്നിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ, വർക്ക്ഷോപ്പിൽ പിന്നീട് ഉണ്ടായ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു സ്റ്റുഡിയോയിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോഡക്റ്റാണ്. അദ്ദേഹം തിയേറ്റർ ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. അദ്ദേഹം ആക്ടർ ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലും ഞാൻ 5 ദിവസത്തോളം വർക്ക്ഷോപ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യുമ്പം എനിക്കുണ്ടായ മാറ്റം, അതായത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. നമുക്ക് ഒരു മീഡിയത്തിലാണ് നമ്മൾ ഈ കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ മീഡിയത്തിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് നമുക്ക് വേണം. അഭിനയം എല്ലാ മനുഷ്യരിലും ഉണ്ടാകും, അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റും, കാരണം ജീവിതത്തിൽ തന്നെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മീഡിയത്തിന് വേണ്ടി നമ്മളൊരു കാര്യം, ഒരു അഭിനയം മോഡിഫൈ ചെയ്യുമ്പം അതിനകത്ത് വേണ്ട റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ വർക്ക്ഷോപ്പുകളെല്ലാം സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ അതിനകത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പുകൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നതും അഭിനയ പരിശീലനം നടത്തുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു കൗതുകവും താല്പര്യമുള്ള കാര്യമാണ്. ഇല്ല, ചിലതൊക്കെ അങ്ങനെയാണ്, നമ്മുടെ മാത്രമായിരിക്കും. അവളോടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളും അങ്ങനെയാണ്. അവൾ പോലും അറിയാത്ത എൻ്റെ ഓർമ്മ. സിനിമ നമ്മൾ ശരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയത് സിനിമയുടെ ഒരു ചട്ടക്കൂട് മാറിയപ്പോഴാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളും സിനിമയിൽ വന്നു തുടങ്ങി. അപ്പം ഏതാണോ യഥാർത്ഥ ക്യാരക്ടർ, ആ ക്യാരക്ടർക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെ അന്വേഷണം തുടങ്ങുകയും ആ അന്വേഷണം യഥാർത്ഥ അവരുദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തുകയും അവരൊക്കെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് നമുക്കും ഒക്കെ സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു മൊമെൻറ്റം, നമ്മുടെ ആ താല്പര്യം കൂടുതൽ നമുക്ക് നമ്മുടെ താല്പര്യമൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഓഡീഷൻസ് കോളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാനും അങ്ങനെ അപ്ലൈ ചെയ്തു. പല ഓഡീഷൻസിനും, ഓപ്പൺ ഓഡീഷൻസിനും ഒരുപാട് സ്ഥലത്ത് പോയി ക്യൂ നിന്നിട്ടുണ്ട്. ഒത്തിരി സ്ഥലത്ത് നമ്മൾ ഓഡീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആരും വിളിക്കാതെ പോയിട്ടുണ്ട്. പലയിടത്തും ഓഡീഷന് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയും നമ്മൾ ഈ പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ അവർ ടാസ്ക് തരും. ആ ടാസ്ക് നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നുള്ള ആത്മവിശ്വാസം തിരിച്ചു പോരും. അവിടെയൊന്നും നമ്മളെ സെലക്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും നമുക്ക് ഇങ്ങനെ പോകുന്നതിനോ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ സിനിമയ്ക്കോ അഭിനയിക്കുന്നതിന് വേണ്ടി ഓഡീഷൻസ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും സഹിച്ച് പല സ്ഥലത്തും പോകുന്നുണ്ട്. ഓപ്പൺ ഓഡീഷൻ എന്ന് പറയുമ്പോൾ പലരും എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ഇല്ലാത്ത കാശൊക്കെ മുടക്കിയിട്ട് വന്നിട്ട് ഓഡീഷൻ നടത്തി പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് പിന്നീടാണ് മനസ്സിലാകുന്നത്. എനിക്ക് ഈ പടത്തിൻ്റെ പൊന്മാൻ എന്ന സിനിമയിൽ അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ ഓഡീഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാവരും പറയും ഓഡീഷൻ കഴിഞ്ഞിട്ട് ഫേക്കാണ്, തട്ടിപ്പാണെന്ന് പറയും. നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ഇത്രയും മെയിലുകൾ, ഇത്രയും മെസ്സേജുകൾ ഒരു വാട്സപ്പിൽ നിന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് അതൊന്ന് തരംതിരിച്ച് നമുക്ക് വേണ്ടത് വേണ്ടാത്തത് എന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് ശരിയാണ്. അവർ എന്തുമാത്രം ചിലപ്പോൾ ഒരു 1,00,000 ആപ്ലിക്കേഷനെങ്കിലും ചിലപ്പോൾ ഒരു മെയിലിൽ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാട്സപ്പ് വഴി പലരുടെയും നമ്പറിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം സോർട്ട് ചെയ്യണമല്ലോ. എന്നിട്ട് അവർ റിക്വയർ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഏതൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമല്ലോ. ഇതൊരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതുപോലെ തന്നെ ഈ പ്രകടനം കണ്ടിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ഈ നമ്മൾ ചെയ്യുന്ന ഈ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഈ നമ്മുടെ പെർഫോമൻസുകളെല്ലാം ഇവർ കാണണം. ഈ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കും. നിങ്ങളൊരു 2-3 എണ്ണം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മടുപ്പ്, അതിനെ അതിജീവിച്ചല്ലേ നമ്മളെല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ശരിയാണെന്ന് തോന്നി. കാരണം അത്തരം ഒരു വ്യായാമം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ ഓഡീഷൻസ് എല്ലാം ഞാൻ പങ്കെടുത്തു. അപ്പോഴും എനിക്ക് ആദ്യത്തെ സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊന്മുടിയിൽ വെച്ചാണ് എനിക്കൊരു ഒരാളെ പരിചയപ്പെട്ടപ്പോൾ എനിക്കൊരു ക്യാരക്ടർ കിട്ടിയത്. അത് ഒരു കാട്ടുമൂപ്പൻ്റെ ഒരു വേഷമാണ്. അത് ഇരുളെന്ന മറ്റാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്, എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി പൊന്മുടി പോയി വേഷമൊക്കെ ഇട്ടു, കാട്ടുമൂപ്പൻ്റെ വേഷമൊക്കെ അഭിനയിച്ചു. അത് ആ അപ്പിയറൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് യോജിച്ച ഒരു വേഷമായിരുന്നു, നമ്മുടെ രൂപത്തിനും പറ്റിയൊരു സംഭവമായിരുന്നു.
അപ്പോൾ കാട്ടുമൂപ്പൻ്റെ ഒരു വേഷമൊക്കെ അഭിനയിച്ചു. പക്ഷേ ആ സിനിമ പകുതിക്ക് വെച്ച് നിന്ന് പോയെന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ. ഒരുപാട് ആളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചു, പിന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ ചെയ്തൊരു സിനിമയാണ്. എൻ്റെ നിന്നും കുറച്ച് കാശൊക്കെ വാങ്ങിച്ചു. പക്ഷേ ആ സിനിമ ഇടയ്ക്ക് പിന്നെ നിന്നുപോയി, അത് പടം കണ്ടില്ല. പിന്നീട് ഞാനൊരു തീരുമാനിച്ചു, കാശ് കൊടുത്ത് ഇനി എന്തായാലും സിനിമ അഭിനയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അല്ലാതെ ജെന്യുവിനായിട്ട് ആരെങ്കിലും വിളിക്കുകയോ നമ്മൾക്ക് ഓഡീഷൻ വഴി നമ്മൾ സെലക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്തു. പിന്നീട് ഞാൻ അഭിനയിച്ചത് ശരിക്കും അലി അക്ബർ, പ്രശസ്തനായ സംവിധായകൻ അലി അക്ബർ സാറിൻ്റെ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് എന്നെ അദ്ദേഹത്തെ വേറൊരാൾ പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം മീനങ്ങാടിയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. രാത്രി ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വരെ എനിക്ക് ട്രെയിൻ കിട്ടി. തലേദിവസവും അതിന് 2 ദിവസം മുമ്പാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് നിന്ന് തന്നെ അവരുടെ പ്രൊഡക്ഷൻ വണ്ടിയിലാണ് മീനങ്ങാടിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് രാത്രി വെളുപ്പിന് അവിടെ എത്തുന്നു. അന്ന് രാവിലെ തന്നെ സീൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ എനിക്കൊന്ന് താടി ഉണ്ടായിരുന്നു, താടി പഠിച്ചു, മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി. കോമു നായർ എന്ന് പറഞ്ഞ ഒരു പഴയ നായർ കഥാപാത്രമാണ്. അന്നത്തെ എനിക്ക് തോന്നുന്നു 1921 എന്ന് പറയുന്ന സിനിമയിലെ വാര്യംകുന്നത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് പടം റിലീസായി. പക്ഷേ 3 സീനോളം എനിക്ക് അതിനകത്ത് അഭിനയിക്കാനുണ്ടായിരുന്നു. ആ സീനൊക്കെ നന്നായിട്ട് എടുത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ശരിക്കും എൻ്റെ തിയേറ്ററിൽ ഞാൻ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ആദ്യം വന്നെങ്കിലും എൻ്റെ വേഷം അതിനകത്തുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളിങ്ങനെ ഓഡീഷൻസും നമ്മുടെ കാര്യങ്ങളെല്ലാം പോവുകയാണ്. അപ്പം പിന്നീട് ഒരു ഓഡീഷൻ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അത് ഓഡീഷനല്ല, നമ്മൾ അപേക്ഷ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നിങ്ങൾ ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ പറയും. അത് കലൂരല്ല, മാതൃഭൂമി റോഡിൻ്റെ സൈഡിലുള്ള മാതൃഭൂമിയുടെ ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടെ പോകുമ്പോഴും ആണ് അന്ന് ജിജോസ് ആക്ടിംഗ് സ്റ്റുഡിയോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ ചെന്നു. അവിടെ ഡോൺ പാലത്തറ എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമയാണ്. അപ്പം അദ്ദേഹം ഓഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് വന്നതാണെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. എൻ്റെ പേര് ആനന്ദ് എന്നാണ്. അപ്പോൾ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ആ ഓഡീഷൻ എനിക്കൊരു പ്രത്യേകതയുള്ളൊരു ഓഡീഷനാണ്. അതുപോലത്തെ ഓഡീഷൻ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് തരുന്നു. ആ സ്ക്രിപ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് ഇത് ക്യാരക്ടറായിട്ട് നിങ്ങൾ വായിക്കണം, ഇതാണ് ടാസ്ക്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ഇതല്ല, പക്ഷേ നിങ്ങൾക്കിത് ഇടുക്കി പശ്ചാത്തലത്തിലുള്ളൊരു കഥയാണ്. ഈ കഥാപാത്രത്തെ നിങ്ങൾ വായിക്കണം. അടുത്ത കഥാപാത്രത്തെ നമ്മൾ ഇവിടുന്ന് വായിച്ചു തരാം. അപ്പോൾ ഈ കഥാപാത്രം നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അവരെഴുതിയ കാര്യം മനസ്സിലായി. ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ഏകദേശം മനസ്സിലായി. ആ സ്ക്രിപ്റ്റിനകത്തുള്ള ഇമോഷൻ എന്താണെന്ന് നോക്കിയപ്പം അതനുസരിച്ച് ഞാനത് എനിക്ക് എൻ്റേതായ രീതിയിൽ ഞങ്ങൾ വായിച്ചു. വായിച്ചപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ ചേട്ടാ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പിന്നീട് ഒരാഴ്ച കഴിയുമ്പം കെൻഷൻ എന്ന് പറയുന്ന അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നെ വിളിച്ചു. നിങ്ങളെ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ഷൂട്ട് ഡേറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാമക്കൽമേടാണ് ഷൂട്ടിംഗ് ഡേറ്റുകൾ കറക്റ്റ് ചാർട്ടിങ് കഴിയുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. കാരണം ഒരു സിനിമയിൽ ഓഡീഷൻ കഴിഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്തു. ഒരു ദിവസത്തെങ്കിൽ ചെറിയ ക്യാരക്ടർ നമുക്ക് കിട്ടാൻ അങ്ങനെ ഒരു യോഗം ഉണ്ടായല്ലോ എന്നോർത്ത് ഞാൻ വലിയ സന്തോഷത്തിലിങ്ങനെ ആ സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സുഖാനി എന്ന് പറയുന്ന പ്രശാന്ത് നാരായണൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ്. അപ്പോൾ നമ്മൾ ജോലി കഴിയുന്നു, വൈകുന്നേരം വികാസ് ഭവൻ്റെ ക്വാർട്ടേഴ്സിലാണ് അതിൻ്റെ ക്യാമ്പ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി നാടകം പരിശീലിക്കുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ വീട്ടിൽ വരുന്നു. അങ്ങനെയൊക്കെ ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞാണോ അതോ എൻ്റെ പിറ്റേ ദിവസമാണെന്ന് അറിയില്ല. അടുത്ത പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഞാൻ കെൻഷനാണ്, അപ്പോൾ ഒരു കാര്യം പറയാനാണ്. ചേട്ടന് സമയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമയം ഉണ്ടാവും, എന്താ, അല്ല നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു ക്യാരക്ടറിലേക്ക് മാറ്റുകയാണ്, ഒരു 7 ദിവസം വരേണ്ടി വരും, ലീവ് എടുക്കാൻ ലീവൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ, നമുക്ക് ലീവ് ഇല്ലെങ്കിൽ ലീവ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ 7 ദിവസം വരെ ഷൂട്ടിംഗ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വർത്തമാനവും പിന്നാലെ വന്നു. അത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമ്മളുടെ ഒരു നടനിലുള്ളൊരു വിശ്വാസമോ നമ്മുടെ ആ ഒരു പെർഫോമൻസിലുള്ള ഒരു വിശ്വാസമോ ഉണ്ടായിരിക്കാമല്ലോ അങ്ങനെ അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നത്.
അങ്ങനെ ആ സിനിമ ഷൂട്ടിങ് രാമക്കൽമേട്ടിൽ വെച്ച് നടന്നു. എനിക്കൊരു 7 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫാമിലി എന്ന സിനിമ പിന്നീട് തിയേറ്റർ റിലീസ് ചെയ്യുകയുണ്ടായി. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവങ്ങളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടു. ഈ രാജ്യത്തിന് പുറത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ അത് പ്രദർശിപ്പിച്ചു. ഒത്തിരി അവാർഡുകൾ കിട്ടി. ആ സിനിമയിൽ വിനയ് ഫോർട്ട് ആയിരുന്നു നായകൻ, ദിവ്യപ്രഭ ആയിരുന്നു നായിക, പിന്നെ അഭിജ ശിവകല, അങ്ങനെ തുടങ്ങി കുറേ മാത്യു തോമസ്, ഇവരൊക്കെ അതിൻ്റെ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ എനിക്കതിനകത്ത് വിനയ് ഫോർട്ടിൻ്റെ കൊച്ചച്ഛൻ്റെ ക്യാരക്ടർ, അതായത് റോയ് എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു അത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊരു പ്രസൻസും ഉണ്ടായിരുന്നു, നന്നായിട്ട് സീനും ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നു എനിക്ക് വിശ്വാസം, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അവരൊരു ആ സീൻ കണ്ടിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇതൊക്കെ ഒരു ഭാഗ്യം. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷം. അപ്പോൾ അങ്ങനെ ആ സിനിമ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ 2023 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലാണ് കേരളത്തിൽ ആദ്യമായിട്ടത് പ്രദർശിപ്പിക്കുന്നത്. ഞാൻ ആ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ ആ സിനിമ കണ്ടു. പിന്നീട് അത് തിയേറ്ററിൽ വന്നു. തിയേറ്ററിൽ അത്ര വിജയകരമായിരുന്നില്ല, കാരണം ആൾ കുറവായിരുന്നു. ഒരു സ്ലോ പേസ് മൂവിയായിരുന്നു. പ്രത്യേകിച്ച് ടിപ്പിക്കലി ഒരു ഡോൺ പാലത്ര ശൈലിയിലുള്ളൊരു മൂവിയായിരുന്നു. അപ്പോൾ അത് ജനങ്ങൾ തിയേറ്ററിൽ റെസ്പോൺസ് കുറവായിരുന്നു. പക്ഷെ നല്ല സിനിമയായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലോടുകൂടി ആ സിനിമ ആ പ്രദർശനം പൂർത്തിയാക്കുകയും ചെയ്തു. അത് ജീവിതത്തിൽ നമുക്കിപ്പം പറയാൻ പറ്റുന്നൊരു നല്ല ഫയലാണ്. നമ്മൾ ഒരു ആക്ടിങ് കരിയറിൽ ഡോണിൻ്റെ സിനിമ ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമ ചെയ്തു എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. അതിന് അങ്ങനെ ഒരു അവസരം കിട്ടി. ആ അവസരം എന്നിലേക്ക് വന്നത് എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് വലുതായിട്ട് ഉള്ള എൻട്രികളിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം പിന്നെ വന്നത് ഗിർ എന്ന സിനിമയാണ്. അത് ജെയ്ക്ക് എന്ന് പറയുന്ന ഡയറക്ടർ കുഞ്ചാക്കോ ബോബനെ വെച്ച് സംവിധാനം ചെയ്ത സിനിമ. അതിന് മുന്നേ എനിക്ക് തങ്കമണി എന്ന് പറയുന്ന ദിലീപ് ഏട്ടൻ്റെ ചിത്രത്തിൽ ഒരു 2ഓ 3ഓ സീനിലൊരു ചെറിയൊരു ക്യാരക്ടർ, പേരൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ടപ്പന വെച്ചായിരുന്നു ഷൂട്ടിങ്. മറ്റേ സിനിമ രാമക്കൽമേട്, ഇത് കട്ടപ്പന. അപ്പോൾ അതിനകത്ത് ഒരു 4 ദിവസത്തോളം നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നൈറ്റ് ഷൂട്ടിൻ്റെ ടീഡിയസ്നെസ് എനിക്ക് പഠിക്കാൻ പറ്റിയത് അന്നാണ്. അതായത് നമ്മൾ സിനിമ എന്ന് പറയുന്ന സിനിമ അഭിനയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് എനിക്ക് കൃത്യമായി ബോധ്യമായിട്ടുള്ള ഒരു സിനിമയാണത്, എന്നെപ്പോലുള്ള ഒരു ആർട്ടിസ്റ്റ്. കാരണം അത്രയ്ക്ക് പ്രയാസപ്പെട്ടും ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ നൈറ്റിൽ ഷൂട്ട് നടക്കുന്നുള്ള കാര്യം ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്ന ആ സിനിമയിലാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും ഒരു പോലീസ് മർദ്ദനത്തിനിരയാകുന്ന ഒരു നാട്ടുകാരനായിട്ടാണ് എൻ്റെ വേഷം. എന്നെയും എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ലേഡിയെയും മോനെയും വീട്ടിൽ കയറി പോലീസുകാർ ചവിട്ടി മെതിച്ച് അടിച്ച് പിന്നെ ഞെരിക്കുന്ന സീനാണ് അത് എടുത്തത്. അപ്പോൾ ജിംബൽ ഒറ്റ ഷോട്ടിലാണ് ആ സീനെല്ലാം എടുത്തത്. രതീഷ് രഘുനന്ദനായിരുന്നു അതിൻ്റെ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനകത്ത് ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റോ ആരും ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഒരു അറിയപ്പെടാത്ത ഒരാളാണെങ്കിൽ പോലും, തീരെ പിന്നെ അപ്രസക്തനാണെങ്കിൽ പോലും അത്തരം ഒരു ആക്ടിവിറ്റി, അത് അത്തരമൊരു ആ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുത്തത് എനിക്കൊരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതും നമ്മൾ അറിയേണ്ട ഒരു നടന് വേണ്ട പക്വത തരുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒരു നടൻ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് അപ്പോൾ ഞാൻ അവിടെ വെച്ചത് ഗീതി സംഗീതിക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ഞാൻ പരിചയപ്പെട്ടു. അവരുടെ ഒരു നല്ല ഒരു പെർഫോമൻസ് എനിക്ക് വന്നത് ചുരുളി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്താണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു ഇതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്ന ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഇതിനകത്തേക്ക് പതുക്കെ വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് മാഡം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, ഞാൻ എൻ്റെ 40ാമത്തെ സിനിമയാണ്, ഈ സിനിമയിലാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുവരെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പം ഞാൻ ആ സിനിമയിൽ ഇങ്ങനെയുണ്ട്, ഈ സീനിൽ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാമെന്നല്ലാതെ, അപ്പോൾ നമുക്കത് ചിലർക്കത് പിന്നെ 2 സിനിമകളിൽ സംഭവിക്കും, ചിലർക്ക് 40 സിനിമയായാലും സംഭവിച്ചോളണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇതിലേക്ക് പോലുള്ള വരവ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം എത്രയോ ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അവർക്ക് ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടുന്നു. അപ്പം അത് അവർ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് അവരുടെ അവസരം കൃത്യമായി സംഭവിക്കുമ്പോഴാണ്. അത് ഓരോരുത്തർക്കും ഓരോ
സിനിമയിലായിരിക്കും, ഓരോ അവസരത്തിലായിരിക്കും എന്നുള്ളത് സത്യമാണ്. അവരന്ന് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞു. ആ സിനിമ തിയേറ്ററിൽ വന്നു. എനിക്കത് കാണാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഫാമിലി എന്ന സിനിമയുടെയോ വേറെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങാണ്. ഫാമിലിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങാണെന്ന് എൻ്റെ ഓർമ്മ. ഫാമിലി അല്ല, സോറി. എന്തുകൊണ്ട് ആ സിനിമ എനിക്ക് കാണാൻ പറ്റില്ല, എൻ്റെ റീസൺ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിനുശേഷമാണ് ഈ ഗിർ വരുന്നത്. ഗിറിനകത്തും ഈ പറഞ്ഞ ഓഡീഷൻ വഴിയാണ് എനിക്ക് കിട്ടിയത്. ഒറ്റ സീനും ഉണ്ടാകുന്നുള്ളൂ. അതിനകത്ത് എൻ്റെ സീൻ സിനിമയിലുണ്ട്. അത് കണ്ടവരാളുകൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അതിനകത്ത് ആ സീനിന് എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതിനുശേഷം പിന്നീട് വന്ന 2 സിനിമകളാണ് അപ്പുറവും പൊന്മാനും. ഈ 2ഉം ഓഡീഷൻ വഴിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസും ഓഡീഷൻസിൽ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ നമ്മുടെ രൂപമോ ഈ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ വിചാരിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യാമെന്ന് ഉള്ളൊരു എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് നമുക്കത് സംഭവിക്കുന്നത്. അതിലേക്ക് കാസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ അപ്പുറം എന്ന സിനിമ ഈ കഴിഞ്ഞ IFFKയിൽ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച സിനിമയാണ്. അതിൻ്റെ ശ്രീമതി ഇന്ദുലക്ഷ്മിയാണ് അതിൻ്റെ സംവിധായക. അവർക്ക് ആ സിനിമയ്ക്ക് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടി. എനിക്ക് അതിനകത്ത് ഒരു വീട്ടുകാരൻ, അതായത് ആർത്തവത്തിനെതിരെ സംസാരിക്കുന്ന, ആർത്തവത്തിൻ്റെ അശുദ്ധിയെയും അതിനെ തുടർന്നുള്ള അന്ധമായ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സിനിമ. ആ സിനിമയിൽ പിന്നെ ഒരു യാഥാസ്ഥിതികനായ കുടുംബത്തിലെ ഒരു വീട്ടുകാരനായിട്ടാണ് എൻ്റെ വേഷം. അപ്പം അതും നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും നന്നായിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ചെയ്ത സിനിമയിലൊരു ഭാഗമായി. ആ സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ പൊന്മാൻ എന്ന് പറയുന്ന നമ്മളിപ്പം പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത, എനിക്ക് ഒരു നടനെന്ന നിലയിൽ ഒരു മികച്ച അവസരവും അതുപോലെ ജനങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു വേഷം കിട്ടുന്നത്. ഈ പൊന്മാൻ സിനിമ സംവിധായകൻ ശ്രീമാൻ ജ്യോതിഷ് ശങ്കർ, അതുപോലെ വിനായക പ്രൊഡക്ഷൻ്റെ വിനായക അജിത് സാർ, അവരൊക്കെ നിർമ്മിച്ച സിനിമയാണ്. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലാണ് അതിൻ്റെ സിനിമ ആവിഷ്കാരമാണ് ഈ പൊന്മാൻ. ബേസിൽ ജോസഫ്, ലിജോ മോൾ ജോസ്, പിന്നെ സജിൻ ഗോപു, ആനന്ദ് മന്മഥൻ, ദീപക് പറമ്പോൾ, സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയ ഒരു വലിയ താരനിരയോടൊപ്പം കുറേ അറിയപ്പെടാത്ത അല്ലെങ്കിൽ പുതിയ താരങ്ങളും കൂടെ അഭിനയിച്ച സിനിമയാണ് പൊന്മാൻ. ഈ പൊന്മാൻ ഏതാണ്ട് 3 റൗണ്ട് ഓഫ് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. അത് കൊല്ലത്ത് വെച്ചായിരുന്നു എൻ്റെ ഓഡീഷൻ. അപ്പോൾ നമ്മളോട് ഈ സിനിമയിലെ തന്നെ ചില നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ സീൻസുകളാണ് നമുക്ക് ടാസ്ക്കായിട്ട് തന്നിട്ട്, അന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് 2ാമതും നമ്മളെ 2nd റൗണ്ട് ഓഫ് ഓഡീഷന് വിളിക്കുന്നു. അവിടെയും നമ്മൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. 3ാമത് നമ്മുടെ ക്യാരക്ടർ ഇന്നതാണ് എന്ന് പറയുന്നു. പിന്നീട് അതിൻ്റെ കോസ്റ്റ്യൂം ടെസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. രാജേഷ് നാരായണൻ എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ് അതിൻ്റെ ആദ്യത്തെ ഓഡീഷൻ നടത്തിയത്. അപ്പം അങ്ങനെ ആ സിനിമയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും റൗണ്ട് ഓഫ് ഓഡീഷൻസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിനകത്തേക്ക് എൻട്രി കിട്ടിയതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള നല്ല അഭിനേതാക്കളും പെർഫോമേഴ്സും ഒക്കെ വന്നിട്ടുണ്ടാവണം. എന്തുകൊണ്ടോ എന്നെയാണ് അവർക്ക് ആ ക്യാരക്ടറിലേക്ക് അനുയോജ്യനാണെന്ന് തോന്നിയത്. അത് എൻ്റെ ഒരു ലക്ക് എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതുവരെയുള്ള പ്രയത്നവും അഭിനിവേശവും നമ്മുടെ തയ്യാറെടുപ്പുകളുമൊക്കെ അതിനകത്തേക്ക് വരുന്നതിൽ വഴി വെച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ പിന്നെ 2023 ഫെബ്രുവരിയിലാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ബേസിൽ ജോസഫ് ആയിരുന്നു നായകൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ട്. സജിൻ ഗോപുവിൻ്റെ കൂടെ ഉണ്ട്, ലിജോ മോളിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടിയ ഒരു സിനിമയും കൂടിയാണ് ഇത്. ശരിക്കും എൻ്റെ സിനിമ എനിക്ക് വലിയ അനുഭവങ്ങളില്ലെങ്കിലും സിനിമ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു ലൊക്കേഷനിൽ നമുക്ക് നിന്ന് എന്താണ് ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഒരു ഷൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പഠിക്കണം, ഒരു ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ബോധം,
എല്ലാം നമുക്ക് പകർന്നു തന്നൊരു സിനിമയാണ്. അവിടെ നമ്മൾ ആ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ക്യാമറയുടെ പൊസിഷൻസ്, ലൈറ്റിങ്സ്, പിന്നെ ഈ സമയത്തിൻ്റെ ഒരു വലിയ നിഷ്ഠത, പിന്നെ നമ്മുടെ ഡിസിപ്ലിൻ, പിന്നെ നമ്മുടെ കണ്ടിന്യൂറ്റി, ഇതൊക്കെ നമുക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളെ ഒരു സിനിമ നടൻ എന്ന പരിഗണനയോടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ബഹുമാനവും ഒക്കെ കിട്ടി നമുക്ക് ചെയ്ത ഒരു വർക്കാണ് ശരിക്കും അത്. എല്ലാ സെറ്റിലും ഇതുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ കിട്ടിയ ഒരു സെറ്റ് കൂടിയായിരുന്നു പൊന്മാൻ. ശരിക്കും എനിക്ക് ഒരു 17-18 ദിവസത്തോളം മൺട്രോത്തുരുത്തിലും കൊല്ലത്തുമായിട്ട് എനിക്ക് ഷെഡ്യൂളുണ്ടായിരുന്നു. അതിനകത്ത് നല്ല ഒരു അനുഭവം സമ്മാനിച്ച സിനിമയാണ്. പിന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. സാനു ജോൺസ് സാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റി. ജ്യോതിശങ്കർ എന്ന് പറയുന്ന സാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ കലാസംവിധായകൻ്റെ ആദ്യത്തെ പിന്നെ സിനിമയായ പൊന്മാനിൽ റോബർട്ടോ എന്ന് പറയുന്ന മരിയാനോ എന്ന പ്രതിനായ കഥാപാത്രത്തിൻ്റെ അച്ഛൻ, ആ കഥാപാത്രത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നോവലാണത് ശരിക്കും. ആ സിനിമയിൽ വന്നപ്പോഴും എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ആ സിനിമയിൽ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ എൻ്റെ ക്യാരക്ടറിന് നല്ല പെർഫോമൻസ് സീൻ ഉള്ള ഒരു അവസരങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അത് ജനങ്ങൾ അംഗീകരിച്ചു, അത് ഗുണകരമായി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് നമുക്ക് ആ നിമിഷത്തിൽ നമ്മളൊക്കെ അതിന് നമ്മുടെ മനസ്സിൽ കൂടെ തോന്നിപ്പോയ വിചാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ നിന്നു കൊടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഞാൻ വലിയ കാര്യം ചെയ്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്താണോ ആ അപ്പൻ കഥാപാത്രം ആ സമയത്ത് അനുഭവിക്കാൻ സാധ്യതയുള്ളത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് റിവൈൻഡ് ചെയ്തു. അപ്പം അതിനനുസരിച്ച് ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിന്നു കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിനത് വിട്ടുകൊടുത്തപ്പോഴത്തേക്കും സംഭവിച്ച ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ആയിരിക്കാം അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കാനൊരു അവസരം കിട്ടിയതും അത് കൃത്യമായി പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതും അത് അങ്ങനെയൊക്കെ വന്നുപോയതൊക്കെ ആ സിനിമയ്ക്കും ഗുണം ചെയ്തു. മൊത്തത്തിൻ്റെ സിനിമയുടെ ടോട്ടാലിറ്റിയിലൊക്കെ നല്ല ഗുണം അല്ലെങ്കിൽ മേന്മയുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനകത്ത് അവർ കാസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്ന് മികച്ചവരായിരുന്നു എന്നുള്ള ഒരു വലിയ നേട്ടം കൂടി എടുത്തു പറയാൻ പറ്റുന്ന സിനിമയാണ്. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് മുതൽ ആ സിനിമയുടെ എഡിറ്റിങ്, മ്യൂസിക്, പിന്നെ സംവിധാനം, സിനിമയിലെ ഓരോ പ്രവൃത്തി ചെയ്ത ആൾക്കാരുടെയും ഒരു കൂട്ടായിട്ടുള്ളൊരു ശ്രമം ആ സിനിമയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ ആ രൂപത്തിൽ തന്നെ അത് ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം ഞാൻ പലരോട് സംസാരിച്ചു, ഞാൻ അഭിനയിച്ചത് കൊണ്ട് സംസാരിക്കുന്നതായിട്ട് തോന്നരുത്. ആ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമയാണിത് എന്നാണ്. അത് പ്രേക്ഷകർക്ക് സിനിമയിലൂടെ കൊടുക്കുന്ന സന്ദേശം പ്രേക്ഷകർ എങ്ങനെ അത് പിന്നീടുള്ള ജീവിതത്തിൽ പകർത്തും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു വിലയേറിയ ആണത്തത്തോടു കൂടി സംസാരിക്കുന്ന, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് പൊന്മാനെ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ എഴുത്തുകാരൻ GR ഇന്ദുഗോപൻ സാറും എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. തിരുവനന്തപുരത്താണ് പുള്ളി താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും അതിൻ്റെ ഈ നോവൽ സിനിമ നമ്മൾ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് 1-2 വട്ടം വായിച്ചിട്ടുണ്ട്. നോവലിൽ നിന്ന് ചെറിയ വ്യതിയാനം സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ സിനിമയുടെ ആസ്വാദനത്തെയോ ആ സിനിമയുടെ മൊത്തത്തിലുള്ള കഥയെയോ അത് വലിയ രീതിയിൽ ബാധിക്കാത്ത തരത്തിലാണ് ആ സിനിമയ്ക്ക് ഗുണകരമായ രീതിയിൽ അത് മാറ്റിയത്. ജസ്റ്റിൻ മാത്യു എന്ന് പറയുന്ന മിന്നൽ മുരളിയുടെ സംവിധായകനാണ്, അതിൻ്റെ എഴുത്തുകാരനാണ് ഇതിൻ്റെയും എഴുത്തുകാരൻ. അപ്പം ഇതിൻ്റെ കോറൈറ്ററായിട്ട് നമ്മുടെ ഇന്ദുഗോപൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ലും അനുഭവവും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ വർഗീസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ സംഗീത സംവിധായകൻ്റെ BGM-ഉം അതുപോലെ തന്നെ മ്യൂസിക്കും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും മികച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ഒരു ഭാഗ്യം.
അതിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഭാഗ്യം. അപ്പോൾ അത് ഓരോള്ള സിനിമകളിലേക്ക് ഇനിയും വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ അവസരങ്ങൾ വന്നെത്തുമെന്ന പ്രതീക്ഷയോടെ. സുഹൃത്തുക്കൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സിലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും എനിക്ക് നൽകുന്ന പിന്തുണ വളരെ നിസ്സീമമാണ്. എൻ്റെ ഓരോ സീരിയലിലെ രംഗങ്ങളും ടെലികാസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴോ അവർ അകമഴിഞ്ഞാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ അടുത്ത സുഹൃത്തുക്കളായ കുറേ ആളുകളുണ്ട്. അവരുടെ പ്രോത്സാഹനത്തെക്കാൾ ഉപരി മൊത്തം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലെ ആളുകൾ ഒന്നടങ്കം ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. അത് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനവിടെ ജോയിൻ ചെയ്തപ്പോൾ മുതൽ നമ്മളുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ അവരോട് ഓരോരുത്തരോടും നമ്മുടെ ഉള്ളിലുള്ള ചെറിയ നമ്പറുകളോ അല്ലെങ്കിൽ ചെറിയ ഇമിറ്റേഷൻസൊക്കെ കാണിച്ച് വളർന്ന് ആണ് നമുക്ക് ശരിക്കും വീണ്ടും ഇതിനകത്തേക്ക് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൂടി വരുന്നത്. കാരണം ഞാൻ 23-ാമത്തെ വയസ്സിൽ ടൈറ്റാനിയത്തിൽ ചെന്നതാണ്. ശരിക്കും ഞാൻ എൻ്റെ നാട്ടിൽ താമസിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സും തിരുവനന്തപുരത്താണ് താമസിച്ചത്. അപ്പോൾ അവിടെയുള്ള സുഹൃത്ത് വലയങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു വളർച്ചയിലേക്ക് പോയത് എന്ന് ഞാൻ വിലയിരുത്തേണ്ടി വരും. കാരണം അവരുടെ ഒന്നും പ്രോത്സാഹനമില്ലായിരുന്നെങ്കിൽ, അവരുടെ ഒന്നും ഇത്ര അധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെയൊന്നും വരാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എല്ലാത്തിനും നമുക്ക് അനുകൂലമായി കൂടെ നിൽക്കുന്ന ഒരു സമീപനം അത് ടൈറ്റാനിയത്തിൻ്റെ ഒരു സംസ്കാരമാണ്. കലാകാരന്മാരോട് ടൈറ്റാനിയത്തിലെ ആളുകൾ കാണിക്കുന്ന ഒരു വലിയ ഒരു പിന്തുണയാണ്. അപ്പോൾ അത് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇപ്പം ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പൊന്മാന് ശേഷം ഞാൻ അഭിനയിച്ചത് നേശമണി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്. അത് KP ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സംവിധാനം ചെയ്ത പടമാണത്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ 2 എണ്ണം റിലീസ് ചെയ്യാനുള്ളത് റാഫി മദിര, ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള റാഫി മദിര, അദ്ദേഹം സംവിധാനവും നിർമ്മാണവും തിരക്കഥയും എഴുതിയിട്ടുള്ള പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്നൊരു സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. അല്ലാതൊരു പടമുള്ളത് തയ്യൽ മെഷീൻ, അതൊരു ഹൊറർ മൂവിയാണ്. ശ്രീ വിനയൻ സംവിധാനം ചെയ്ത തയ്യൽ മെഷീൻ. അതിനകത്തും ഈ പറഞ്ഞ സിനിമകളിലെല്ലാം ചെറിയ സീനുകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇനി വരാൻ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഷൂട്ടിംഗ് കഴിഞ്ഞ ഒരു സിനിമ അംഗം അട്ടഹാസം എന്ന സിനിമയാണ്. അത് മാധവ് സുരേഷ് ഗോപി സാറിൻ്റെ മോൻ ആണ് നായകൻ. ശ്രീ സുജിത് എസ് നായർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതിനകത്തും ഒരു നല്ല ഒരു രംഗം എനിക്ക് അദ്ദേഹത്താന്തിലുണ്ട്. അതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് ചെയ്ത പടം. എനിക്ക് ഭാര്യയുടെ പേര് ഷീന, മക്കൾ 3 പേരാണ്. അഭിരാം, ഋത്തിക, നിഖിത. അമ്മയുടെ പേര് ജാനകുമാരി. അഭിരാം RLVയിലെ മ്യൂസിക് സെക്കൻഡ് ഇയറാണ്, MA. ഋത്തിക 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിഖിത 7ാം ക്ലാസ്സിൽ. വൈഫിൻ്റെ പേര് ഷീന എന്ന് പറഞ്ഞല്ലോ, പുള്ളിക്കാരി കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. ഇതൊക്കെയാണ് എൻ്റെ കുടുംബക്കാരുടെ ഡീറ്റെയിൽസ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കരിക്കകം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുകയാണ്. ഞാനവിടെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഇപ്പം ഒരു 30 വർഷത്തോളം ആവുന്നു. ഏകദേശം തിരുവനന്തപുരംകാരനായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമ്മുടെ ഗ്രാമവും നമ്മുടെ ജനിച്ച സ്ഥലവും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ആനന്ദ് നെച്ചൂരാൻ എന്നിട്ടിരിക്കുന്നത്. നെച്ചൂരാണ് എൻ്റെ ജന്മസ്ഥലം. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനിയും പുതിയ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുള്ള പരിശ്രമവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം.